Hi, welcome to my channel Mathematics Made Easy by Mary MJ. Today I am discussing SCERT Class 9 Chapter 9 Circle Measures. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ സർക്കിൾ മെഷേഴ്സിൻ്റെ പേജ് നമ്പർ 148 പ്രോബ്ലംസ് ആയിരുന്നു ചെയ്തത്. അതിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ഉണ്ട്, അപ്പോൾ അതും കൂടെ കംപ്ലീറ്റ് ചെയ്യാം. പേജ് 148 തേർഡ് ക്വസ്റ്റ്യൻ വരെ കഴിഞ്ഞ വീഡിയോയിലുണ്ട്. ഇത് ഫോർത്ത് ക്വസ്റ്റ്യൻ. ദ പിക്ചർ ഷോസ് ദ പാർട്സ് ഓഫ് എ സർക്കിൾ centered at each vertex of an equilateral triangle and passing through the other two vertices. ഇത് പാർട്സ് ഓഫ് സർക്കിളാണ്, ഒരു സർക്കിളിൻ്റെ പാർട്സ് ആണ്. അപ്പോൾ ഇതൊരു സർക്കിളിൻ്റെ പാർട്ടാണ്, ഇത് വേറൊരു സർക്കിളിൻ്റെ പാർട്ടാണ്, ഇത് മൂന്നാമത്തെ സർക്കിളിൻ്റെ വേറൊരു സർക്കിളിൻ്റെ പാർട്ടാണ്. പക്ഷെ അതൊക്കെ എങ്ങനെയാണ്? ഇറ്റ് ഈസ് പാസിങ് ത്രൂ ഇറ്റ് ഈസ് സർക്കിൾ സെൻറ്റേർഡ് അറ്റ് ഈച്ച് വെർട്ടെക്സ്. ഇവിടെ സെൻറ്ററാക്കി വെച്ചിട്ട് ഇങ്ങനെ ഒരു സർക്കിൾ വരയ്ക്കുന്നതാണ്. അതിൻ്റെ ഒരു പാർട്ടാണിത്. ദിസ് ഈസ് വൺ പാർട്ട്. ഈ ഭാഗം വേറൊരു പാർട്ടാണ്. ഇത് സെൻറ്ററാക്കി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വേറൊരു സർക്കിളിൻ്റെ പാർട്ടാണത്. അതേപോലെ നമുക്ക് ഇവിടെ സെൻറ്ററാക്കി വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സർക്കിളിൻ്റെ പാർട്ടാണ്. അപ്പോൾ നമുക്ക് എന്താ കാണേണ്ടത്? ഹിയർ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ. അപ്പോൾ പെരിമീറ്റർ ഓഫ് ദിസ് ഫിഗർ എന്ന് വെച്ചാൽ ഈ മൂന്ന് ആർക്കിൻ്റെ ലെങ്ത്താണ് കാണേണ്ടത്. അപ്പോൾ ഒരു ആർക്ക് ലെങ്ത്തിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 3 into 1 ആർക്ക് ലെങ്ത്. സോ ദിസ് ആർക്ക് ലെങ്ത്, ഒരു ആർക്ക് ലെങ്ത് കാണുക, മൾട്ടിപ്ലൈ ബൈ 3 വിൽ ഗെറ്റ് ദ പെരിമീറ്റർ. അപ്പോൾ എല്ലാ ഭാഗവും കിട്ടില്ലേ? അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുന്നത്? സോ വി ക്യാൻ കൺസിഡർ ദിസ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ആംഗിൾ നമുക്കറിയാം അല്ലേ? വാട്ട് ഇസ് ആംഗിൾ? ദിസ് ആംഗിൾ ഇസ് 60 ഡിഗ്രി. പിന്നെ ഇത് റേഡിയസ് ആയിട്ടാണ് വരിക. അപ്പോൾ ഇത് റേഡിയസ് 4 സെൻറ്റിമീറ്റർ, ഇത് ആർക്ക് ലെങ്ത്ത് ലെറ്റ് ഇറ്റ് ബി എൽ ആർക്ക് ലെങ്ത്ത്, ഇത് റേഡിയസ് 6. സോ അങ്ങനെയാണെങ്കിൽ ആർക്ക് ലെങ്ത്ത് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ആർക്ക് ലെങ്ത്ത് കാണാനുള്ള ഫോർമുല അല്ലേ ഇപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചത്. ആർക്ക് ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 2πr ഇൻറ്റു x by 360. That is 2π into radius is 4 into x എന്ന് പറയുന്നത് x ഡിഗ്രി സെൻട്രൽ ആംഗിൾ ആണ്, 60 ഡിഗ്രി ബൈ 360. ദാറ്റ് ഈസ് ഈക്വൽ ടു, അവിടെ 60 ബൈ 360 എന്ന് പറയുന്നത് 1/6. ഇതിവിടെ 6 ടൈംസ് ക്യാൻസൽ ആവുക. സോ ദാറ്റ് ഈസ് 8π ഡിവൈഡഡ് ബൈ 6. സോ 8π ഡിവൈഡഡ് ബൈ 6 നമുക്കവിടെ 2 കോമൺ ആണ്. 2 ഇവിടെ 4 ടൈംസ്, 2 ഇവിടെ 3 ടൈംസ്. സോ 4π/3 ആണ് ഒരു ആർക്കിൻ്റെ ലെങ്ത്ത്. സോ 1 ആർക്ക് ലെങ്ത്ത് ഈസ് ഈക്വൽ ടു 4π/3. സോ വാട്ട് ഈസ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ? പെരിമീറ്റർ ഈസ് ഈക്വൽ ടു 3 times 1 ആർക്ക് ലെങ്ത്ത്. ഒരു ആർക്ക് ലെങ്ത്തിന് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് 3 into 4π/3. 3 into 4π/3. ആ 3 മുകളിലും താഴെയുള്ള 3 അങ്ങ് ക്യാൻസൽ ചെയ്യുക. സോ യു ആർ ഗെറ്റിംഗ് 4π സെൻറ്റിമീറ്റർ ഈസ് ദി ആർക്ക് ലെങ്ത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്സ് ഓഫ് സർക്കിൾസ് ആർ ഡ്രോൺ. ഇവിടെ ഓരോ പാർട്ടാണ്, സർക്കിൾസിൻ്റെ പാർട്ട് ഇങ്ങനെ വരച്ചിരിക്കുക. സെൻറ്റേർഡ് അറ്റ് ഈച്ച് വെർട്ടെക്സ് ഓഫ് എ റെഗുലർ ഒക്ടഗൺ. ഒരു ഒക്ടഗൺ ആണിത്, 8 സൈഡഡ് ഫിഗറാണ്. അതിൻ്റെ ഓരോ ഭാഗത്തും ഓരോ കോർണേഴ്സ്, ഓരോ വെർട്ടെക്സ് വെച്ചിട്ട് ഓരോ ആർക്ക് വരച്ചിരിക്കുക. കാൽക്കുലേറ്റ് ദ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ. സോ പെരിമീറ്റർ ഓഫ് ദ ഫിഗർ എന്ന് വെച്ചാൽ ഈ ഒരു ഇങ്ങനെ ഈ ഷേപ്പിൽ നമ്മൾ ഫിഗർ ഈ ഒക്ടഗണിൽ നിന്നാണ് കട്ട് ചെയ്ത് മാറ്റുന്നത്. എന്നിട്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടുന്നത്. സോ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ പെരിമീറ്റർ. പെരിമീറ്റർ ഓഫ് ദ ഫിഗർ എന്ന് വെച്ചാൽ 1 ആർക്ക് ലെങ്ത്. ഇതിൻ്റെ ഒരു ആർക്ക് ലെങ്ത് എടുക്കുക, മൾട്ടിപ്ലൈ ബൈ 8. പക്ഷേ ഒരു ആർക്ക് ലെങ്ത് കാണണം. അപ്പോൾ ഈ ഒരു ആർക്ക് ലെങ്ത് കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു ഫിഗറിൽ നിന്ന് മാത്രമേ കാണാൻ പറ്റുള്ളൂ. സോ ഇങ്ങനെ ഈ ഒരു ഭാഗം കാണണം. സോ ഫോർ ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് സെൻട്രൽ ആംഗിൾ കാണുന്നത്? ടോട്ടൽ ആംഗിൾ മെഷർമെൻറ്റ് ആദ്യം കിട്ടണം അല്ലേ? നമുക്ക് ഫുൾ ആംഗിൾ ഇൻസൈഡ് ഒക്ടഗണിൻ്റെ ഫുൾ ആംഗിൾ മെഷർമെൻറ്റ്, ഇൻറ്റീരിയർ ആംഗിൾ സം എത്രയായിരിക്കും വരിക?
ഒക്ടഗണിൻ്റെ ഏതൊരു പോളിഗണിൻ്റെയും സം ഓഫ് ആംഗിൾസ് ഇൻ പോളിഗൺ എന്താണ്? n-2 ഇൻറ്റു 180. സം ഓഫ് ആംഗിൾസ് ഇൻ എ പോളിഗൺ. ഏതൊരു പോളിഗണിൻ്റെയും സം ഓഫ് ആംഗിൾസ് എന്ന് പറയുന്നത് n-2 ഇൻറ്റു 180 ഡിഗ്രിയാണ്. സോ സം ഓഫ് ആംഗിൾസ് ഇൻ ആൻ ഒക്ടഗൺ. ഒക്ടഗണിലുള്ളതോ? നമുക്കിവിടെ ഒക്ടഗണാണ് ആവശ്യം. ഒക്ടഗൺ ഇസ് 8-2 ഇൻറ്റു 180. 8-2. 8 സൈഡഡ് ഫിഗർ അല്ലേ ഒക്ടഗൺ. സോ 8-2 ഇൻറ്റു 180 which is equal to 6 into 180. 6 into 180 എന്ന് പറഞ്ഞാൽ 1080 ആണ് നമ്മുടെ ടോട്ടൽ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ആൻ ഒക്ടഗൺ. ഒരു ഒക്ടഗണിൻ്റെ ടോട്ടൽ ആംഗിൾ സമ്മാണ് 1080. അങ്ങനെയാണെങ്കിൽ ഒരു ആംഗിൾ എത്ര വരും? ടോട്ടൽ 1080 ആണ്. 8 സൈഡഡ് ഫിഗർ ആണ് അല്ലേ? 8 സൈഡഡ് ഫിഗർ ആണെങ്കിൽ 1 ആംഗിൾ ഇസ് ഈക്വൽ ടു 1 ആംഗിൾ ഇൻ ആൻ octagon is equal to 1080 divided by 8 which is equal to 135 degree ആണ് ഒരു ആംഗിൾ. that means this angle is 135 degree. ഇപ്പോൾ ഇവിടെ നമുക്ക് ഒരു സൈഡ് ആണ് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇതിൻ്റെ റേഡിയസ് ആയിട്ട് വരിക അല്ലേ? അപ്പോൾ റേഡിയസ് 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ എല്ലാ സൈഡിലും എല്ലാ സർക്കിൾസും ഈ സെക്ടേഴ്സൊക്കെ സെയിം ആണ്. അപ്പോൾ ഇതിനൊക്കെ 1 സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ റേഡിയസ്. അങ്ങനെയാണെങ്കിൽ ഈ റേഡിയസും അറിയാം, സെൻട്രൽ ആംഗിളും അറിയാമെങ്കിൽ എങ്ങനെയാണ് ആർക്ക് ലെങ്ത് കാണുന്നത്? ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു 2πr ഇൻറ്റു എക്സ് ബൈ 360. സോ 1 ആർക്ക് ലെങ്ത് ഇസ് ഈക്വൽ ടു 2πr ഇൻറ്റു എക്സ് ബൈ 360 വിച്ച് ഇസ് ഈക്വൽ ടു 2π ഇൻറ്റു r 1 ആണ്. എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ 135 ഡിഗ്രി ബൈ 360 ഡിഗ്രി. ദെൻ അങ്ങനെ എത്ര ആർക്ക് ലെങ്ത് കാണണം? 8 ആർക്ക് ലെങ്ത്. സോ therefore perimeter of the figure is equal to 8 into 2π into 135 by 360. അപ്പോൾ ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇവിടെ 5 രണ്ടിലും കോമൺ അല്ലേ? അപ്പോൾ 5 2s are 10. 35 5 7 ടൈംസ്. അതേപോലെ ഇവിടെ 5 7s are 35, 72. Then again 2 here 36. പിന്നെ ഇവിടെ 9 ഇവിടെ പോകും. 9 ഇവിടെ 3 ടൈംസ് ക്യാൻസൽ ചെയ്യാം. 9 ഇവിടെ 4 ടൈംസ് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്ക് ഈ 2 ഇവിടെ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 into 3 4 here 2 ടൈംസ്. So we are getting 2 into 3π which is equal to 6π. 6π centimeter ആണ് perimeter of the figure. നമുക്ക് നെക്സ്റ്റ് അതിനകത്തുള്ള നെക്സ്റ്റ് വരുന്നത് ആംഗിൾ ആൻഡ് ഏരിയ. ആംഗിൾ ആൻഡ് ഏരിയ. അപ്പോൾ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ഒരു സെക്ടറിൻ്റെ ഏരിയ ആണ്. അപ്പോൾ നേരത്തെ നമ്മൾ ആർക്ക് ലെങ്ത് ആയിരുന്നു കണ്ടത്, അതായത് ഒരു സെക്ടറിൻ്റെ ആർക്ക് ലെങ്ത്. അതേപോലെ ഒരു സെക്ടറിൻ്റെ ഏരിയ ആണ് കാണുന്നത്. സോ സെക്ടറിൻ്റെ ഏരിയ കാണണമെങ്കിൽ, ഏരിയ ഓഫ് ദ സെക്ടർ കാണണമെങ്കിൽ എന്ത് ചെയ്യണം? ഇത് ഏരിയയുടെ എക്സ് ബൈ 360 ഓഫ് ഏരിയ ആണ് അല്ലേ? ഫുൾ കംപ്ലീറ്റ് സർക്കിളിൻ്റെ എക്സ് ബൈ 360 ആണ് കംപ്ലീറ്റ് സർക്കിളിൻ്റെ. ദാറ്റ് മീൻസ് കംപ്ലീറ്റ് സർക്കിളിൻ്റെ ഏരിയ πr²ഉം πr² ആണ് ഫുൾ ഏരിയ ഓഫ് ദ സർക്കിൾ. അതിൻ്റെ ഒരു പാർട്ടിൻ്റെ സെക്ടറിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. സോ πr² എക്സ് ബൈ 360 gives the area of the sector. This is area of the sector. So area of sector is equal to πr² into x by 360. അപ്പോൾ നമ്മൾ എന്താ എഴുതണ്ടേ? ഏരിയ ഓഫ് എ സെക്ടർ ഇസ് ദാറ്റ് ഫ്രാക്ഷൻ ഓഫ് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ആസ് ദ ഫ്രാക്ഷൻ ഓഫ് 360 ഡിഗ്രി ദാറ്റ് ഇറ്റ് സെൻട്രൽ ആംഗിൾ ഈസ്. സോ ഏരിയ ഓഫ് ദ സെക്ടർ ഇസ് ഈക്വൽ ടു πr² into x by 360 ഡിഗ്രി. അപ്പോൾ ഫുൾ ഏരിയയുടെ കംപ്ലീറ്റ് ഏരിയയുടെ എക്സ് ബൈ 360 പാർട്ടാണ് ഏരിയ ഓഫ് ദ സെക്ടർ. ഇനി
ഒരു ക്വസ്റ്റ്യൻ. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. ഇവിടെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. അവിടെ സെൻട്രൽ ആംഗിൾ 60 ഡിഗ്രി, റേഡിയസ് 2 സെൻറ്റിമീറ്റർ. വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ കളേർഡ് പാർട്ടി ഗ്രീൻ പാർട്ടിൻ്റെ ഏരിയ ആണ് കാണേണ്ടത്. അപ്പോൾ അത് കണ്ടാൽ നമുക്കറിയാം ഏരിയ ഓഫ് ദ സെക്ടറിൽ നിന്ന് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഏരിയ ഓഫ് ദിസ് പാർട്ട്. ആ പാർട്ടിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഏരിയ ഓഫ് ദ, അതിവിടെ കാണിച്ചിട്ടുണ്ട്, ഏരിയ ഓഫ് ദിസ് സെക്ടർ, ഏരിയ ഓഫ് ദ സെക്ടറിൽ നിന്ന് ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ മൈനസ് ചെയ്താലാണ് ഈ സ്മോൾ റീജിയൻ കിട്ടുന്നത് അല്ലേ. സോ ഏരിയ ഓഫ് ദ ഷെയ്ഡഡ് റീജിയൻ, ഏരിയ ഓഫ് ദ ഗ്രീൻ റീജിയൻ. എങ്ങനെയാണ് ഏരിയ ഓഫ് ദ ഗ്രീൻ റീജിയൻ കാണുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ആൻഡ് വാട്ട് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ഇസ് ദിസ്? ഇത് എന്ത് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾ ആണ്? ഇവിടെ ഒരു ആംഗിൾ 60ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ആംഗിൾസ് എന്താ വരിക? ദിസ് ഓൾസോ വിൽ ബി 60 അല്ലേ, കാരണം ഇത് ഐസോസ്ലസ് ആയിട്ടാണ് വരുന്നത്. ഓൾറെഡി ഒന്ന് 60 ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണം കൂടെ ടോട്ടൽ 180 ആണ്. സോ ഒന്ന് 60 ആണെങ്കിൽ ബാക്കിയുള്ള രണ്ട് ആംഗിൾസും 60 ആവും. ദെർഫോർ ഇറ്റ് ഫോംസ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പോൾ ഏരിയ ഓഫ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. Equilateral triangle. So that is area of the green region is equal to area of green region is equal to area of the sector. ഇപ്പോൾ സെക്ടറിൻ്റെ ഏരിയ എങ്ങനെയായിരുന്നു കാണുന്നത് നമ്മൾ? പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360 മൈനസ് ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഇസ് √3/4 ഇൻറ്റു എ സ്ക്വയർ. എ എന്ന് പറയുന്ന സൈഡാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു പൈ ഇൻറ്റു റേഡിയസ്, അവിടെ തന്നിരിക്കുന്ന റേഡിയസ് ഇസ് 2 സെൻറ്റിമീറ്റർ. 2 സ്ക്വയർ ഇൻറ്റു എക്സ് ഡിഗ്രി മീൻസ് 60/360 മൈനസ് √3/4 ഇൻറ്റു, ഇൻസ്റ്റെഡ് ഓഫ് 1 സൈഡ് ഇറ്റ് ഇസ് 2 സ്ക്വയർ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണത്. ദാറ്റ് ഈസ് ഈക്വൽ ടു 60 ഇവിടെ 6 ടൈംസ്. സോ 4π/6 മൈനസ് √3/4ൽ 4 അവിടെ ക്യാൻസൽ ആവും, ബാക്കി √3. ഈ 4π/6 എന്ന് പറഞ്ഞാൽ വാട്ട് ഇസ് 4π/6? 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് 2π/3 മൈനസ് √3. അത് ഏരിയ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ വി ആർ മൂവിങ് ഓൺ ടു പേജ് നമ്പർ 151 activity questions. First one, what is the area of a sector of central angle 120 degree in a circle of radius 3 centimeter? What is the area of a sector of central angle? So x degree is 120 degree and radius is 3 centimeter. അങ്ങനെയാണെങ്കിൽ what is the area of the sector? So area of the sector is equal to pi r square into x by 360. That is pi into 3 square into 120/360. 120/360 ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 3 ടൈംസ്. അതേപോലെ ഇവിടെ ഒരു 3യും ക്യാൻസൽ ആകുമ്പോൾ ബാക്കി കിട്ടുന്നത് 3π സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ ഓഫ് ദ സെക്ടർ. അതിൽ തന്നെയുള്ള സെക്കൻഡ് സബ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് എ സെക്ടർ ഓഫ് ദ സെയിം സെൻട്രൽ ആംഗിൾ ഇൻ എ സർക്കിൾ ഓഫ് റേഡിയസ് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ 6 മാത്രമാണ് മാറ്റിയത്. സെക്കൻഡ് സർക്കിൾ, വേറൊരു സർക്കിളിൽ സെൻട്രൽ ആംഗിൾ സെയിം ആണ്. എക്സ് ഡിഗ്രി 120 ഡിഗ്രിയും റേഡിയസ് 6ഉം ആണെങ്കിൽ വാട്ട് ഈസ് ഏരിയ? ഏരിയ ഓഫ് ദ സെക്ടർ. ഏരിയ ഓഫ് ദ സെക്ടർ ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു 6 സ്ക്വയർ ഇൻറ്റു 120/360. That is 120 ഇവിടെ 3 ടൈംസ്. So 36π/3 which is equal to 12π centimeter square. Now second question, calculate the area of the green colored part of this picture. ഈ പിക്ചറിലുള്ള ഗ്രീൻ കളേർഡ് പാർട്ടിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം. ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ ഏരിയ ഓഫ് ദിസ് ഗ്രീൻ കളേർഡ് പാർട്ട്?
ഈ ഗ്രീൻ കളർ പാർട്ടിൻ്റെ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലേ, ഈ വലിയ സെക്ടറിൻ്റെ ഏരിയയിൽ നിന്ന് ഈ ചെറിയ സെക്ടറിൻ്റെ ഏരിയ മൈനസ് ചെയ്താൽ ഈ ഇടയ്ക്കുള്ള റീജിയൻ കിട്ടില്ലേ. സോ ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ ഇസ് ഈക്വൽ ടു, ഗ്രീൻ റീജിയൻ്റെ ഏരിയ കാണണമെങ്കിൽ ഈ ഇത്രയും പാർട്ട് ഈ സെക്ടറിൻ്റെ ഈ ഒരു സെക്ടർ, അതായത് ബിഗ്ഗർ സെക്ടർ മൈനസ് സ്മോൾ സെക്ടർ, രണ്ട് സെക്ടറും കൂടെ മൈനസ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ ഇടയ്ക്കുള്ള ഏരിയ. സോ ഏരിയ ഓഫ് ഗ്രീൻ റീജിയൻ ഇസ് ഈക്വൽ ടു ഏരിയ ഓഫ് ബിഗ് സെക്ടർ മൈനസ് ഏരിയ ഓഫ് സ്മോൾ സെക്ടർ. ഇനി ഏരിയ ഓഫ് ബിഗ് സെക്ടർ എന്താണ്? വാട്ട് ഈസ് ഏരിയ ഓഫ് ബിഗ് സെക്ടർ? സെക്ടറിൻ്റെ ഏരിയ കാണണമെങ്കിൽ ഇറ്റ് ഈസ് പൈ ആർ സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. ഇതിൽ രണ്ടിലും സെൻട്രൽ ആംഗിൾ സെയിം ആണ്, പക്ഷേ റേഡിയസ് ഡിഫറെൻറ്റാണ്. അപ്പോൾ R1 സ്ക്വയർ, ഫസ്റ്റ് റേഡിയസ് R1 സ്ക്വയറും സെക്കൻഡ് റേഡിയസ് R2 സ്ക്വയറും. ഏരിയ ഓഫ് സ്മോൾ സെക്ടറോ പൈ ഇൻറ്റു R2 സ്ക്വയർ ഇൻറ്റു എക്സ് ബൈ 360. Then central angle is 120 degree, that is pi into first radius വലിയ റേഡിയസ് 3 ആണ്, അപ്പോൾ 3 സ്ക്വയർ ഇൻറ്റു സെൻട്രൽ ആംഗിൾ ഇസ് 120 ഡിഗ്രി, 120 ബൈ 360 മൈനസ് പൈ ഇൻറ്റു R2 ഇസ് 2 സ്ക്വയർ ഇൻറ്റു 120 ബൈ 360. ദാറ്റ് ഈസ് 120 3 ടൈംസ് ആണ് ക്യാൻസൽ ആവുക, ഇവിടെയും 3 ടൈംസ്. ദെൻ so remaining 9 pi by 3 minus 4 pi by 3 which is equal to 5 pi by 3. 5 pi by 3 given in centimeters, അപ്പോൾ ഏരിയ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇനി നമുക്കത് സിംപ്ലിഫൈ ചെയ്ത് എഴുതണമെങ്കിൽ 5 by 3 ഇൻറ്റു 3.14 മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുക. 3 1s are 3, then 0, 314 4 times 12 ആവും, ബാക്കി 26. then multiply 5 into 1.05, അത് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ദാറ്റ് ഈസ് ഇത് റൗണ്ട് ചെയ്ത് എഴുതിയതാണ് കേട്ടോ. 1.046 എന്ന് പറയുന്നത് ഇത് മോർ ദാൻ 5 ആയതുകൊണ്ട് ഇതിൻ്റെ തൊട്ട് മുന്നത്തെ നമ്പറിനെ ഒരു 1 ആഡ് ചെയ്താൽ മതി. സോ 1.05. സോ മൾട്ടിപ്ലൈയിങ് ദിസ് 5 5s are 25, 2 5, 5.25 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ആ ഗ്രീൻ റീജിയൻ്റെ ഏരിയ. ഇനി റിമൈനിങ് ക്വസ്റ്റ്യൻസ് will be completing in the next video. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.